ശ്രീ ജിതിൻ ദേവ് വലിയ വലിയ പ്രതിഷേധം സിപിയുടെ ഭാഗത്തുള്ളത് അങ്ങും കണ്ടല്ലോ. PM ശ്രീയിൽ ഒപ്പിടണം അല്ലെങ്കിൽ ഫണ്ടില്ല എന്നുള്ള ഒരു ഉപാധി വെക്കുന്നത് അത് എത്രത്തോളം ശരിയാണ്? ഈ ഉപാധി ഇല്ലെങ്കിൽ ഞങ്ങളത് ആ പണം തരില്ല എന്ന് പറയുമ്പോൾ സ്വന്തം കീശയിൽ നിന്നെടുത്ത് തരികയല്ലോ. കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ടതുണ്ട്, അത് വിഹിതം കൊടുക്കേണ്ടത് അതൊരു രീതിയാണ്. അതാണ് ഫെഡറൽ സംവിധാനത്തിലെ തത്വം. ആ തത്വം നിങ്ങൾക്ക് ബാധകമല്ല എന്നാണോ? അല്ല, അതിനെ അങ്ങനെയൊന്നും അല്ല വ്യാഖ്യാനിക്കേണ്ടത്. PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി എന്താണ് എന്നുള്ളത് അങ്ങ് ആദ്യം മനസ്സിലാക്കണം. കാരണം ഇത് പ്രധാനമന്ത്രി അങ്ങ് പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി ഈ സ്കൂളിന്റെ ഐശ്വര്യം എന്ന് ബോർഡ് വെക്കുന്ന ഒരു പദ്ധതിയല്ല. PM ശ്രീ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ. നമ്മുടെ രാജ്യം വലിയ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യം വലിയ കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുതിപ്പിനൊത്ത് നല്ല സ്കിൽഡ് പ്രൊഫഷണൽസിനെ സൃഷ്ടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ വിദ്യാഭ്യാസ നയത്തിലും നമ്മളുടെ പാഠ്യരീതികളിലുമൊക്കെ കാലാനുസൃതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മോഡൽ പ്രൊജക്ട് കേന്ദ്ര ഗവൺമെന്റ് 27,300 കോടി രൂപ വകയിരുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്നത്. ഇതുവഴി എന്താ ലഭിക്കുന്നത്? ഇതുവഴി ലഭിക്കുന്നത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ട സ്കൂളുകൾ, ICT ലാബുകൾ, അഡൽ തിങ്കർ ലാബുകൾ, എൻവയോൺമെന്റൽ തരത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിൽ വലിയ മുന്നേറ്റങ്ങൾ, സ്പോർട്സ് ആർട്സ് ആക്ടിവിറ്റീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇങ്ങനെ ഒരു സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് തന്നെ ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് 5 വർഷം കൊണ്ട് 1,10,00,000 രൂപ വീതം ചെലവഴിച്ച് നടപ്പിലാക്കുക എന്നുള്ളതാണ് ഈ PM ശ്രീ പ്രോജക്റ്റ് കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ശരിയാണ് 40% വിഹിതം സംസ്ഥാനമാണ് വഹിക്കുന്നത്. പക്ഷേ 60% തുക കേന്ദ്ര ഗവൺമെന്റാണ് വഹിക്കാൻ പോകുന്നത്. ഇത് രാജ്യം ഓടുന്ന സമയത്ത് അതിനൊപ്പം നിൽക്കാൻ തയ്യാറാകാതെ രാജ്യം കുതിക്കുമ്പോൾ കേരളം കിതയ്ക്കുന്ന അവസ്ഥയിലാണോ നമ്മൾ പോകേണ്ടത് എന്നാണ് ഈ പദ്ധതി എതിർക്കുമ്പോൾ നാം ആലോചിക്കേണ്ടത്. പിന്നെ കേരളത്തിന്റെ എതിർപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഓന്ത് ചാടിയ വേലി വരെ എന്നുള്ളത്. ഇപ്പം ഈ ശ്രീ ശിവൻകുട്ടി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അംഗം കണ്ടു കാണുമല്ലോ. 7,000-ഓളം SSK അധ്യാപകരുടെ ശമ്പളം കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, ST വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കേന്ദ്ര ഗവൺമെന്റ്, SC വിദ്യാർത്ഥികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി കേന്ദ്ര ഗവൺമെന്റ്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റ്, പ്രവേശനോത്സവം നടത്താൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് കേന്ദ്ര ഗവൺമെന്റ്, ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ സഹായിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ്, PM പോഷൺ അഭിയാൻ വഴി ഉച്ചക്കഞ്ഞി വിതരണം ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെന്റ്, കെട്ടിടം പണിയാൻ കേന്ദ്ര ഗവൺമെന്റ്, കൃഷി തൊഴിൽ വകുപ്പ് മന്ത്രാലയങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രാലയങ്ങൾ, ഈ വകുപ്പുകൾ ഈ പൈസ കേന്ദ്ര ഗവൺമെന്റ് ഗ്രാന്റ് വാങ്ങിക്കുന്നത്. പിന്നെ ഞങ്ങൾ എന്തിനു വാങ്ങിക്കാതിരിക്കണം? ഇതാണ് ചോദ്യം. അപ്പൊ ഇത് CPM-ന്റെ അടിസ്ഥാനപരമായ നയമാണ്. അത് ഏത് പദ്ധതിയെയും അവർ ആദ്യം എതിർക്കുക, ആ എതിർപ്പിനെ തുടർന്ന് കുറെ കാലം മുമ്പോട്ട് കൊണ്ടുപോവുക, അതിനുശേഷം അതിനെ അനുകൂലിക്കുക. ഇതാണ് ചെയ്യുന്നത്. സ്മൃതി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കേരളത്തിലെ കുഞ്ഞുങ്ങളുടെ ഭാവി ഇരുട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രവൃത്തിയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് നമ്മൾ പറയുമ്പോൾ അതിന്റെ ഫാക്ടുകൾ കൂടെ പരിശോധിക്കണം. ഇവിടെ ശ്രീ OK ജയകൃഷ്ണൻ, അദ്ദേഹം എനിക്ക് തോന്നുന്നു CPI-യുടെ അധ്യാപക സംഘടനയുടെ പ്രതിനിധിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇവിടെ വലിയ അവകാശങ്ങൾ ഉന്നയിക്കുന്നു. ശ്രീ ജയകൃഷ്ണൻ, നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് പാമ്പ് കടിയേറ്റും ഷോക്ക് അടിച്ചും കുഞ്ഞുങ്ങൾ മരിച്ച സ്കൂളുകളുള്ള ഒരു നാട്ടിലിരുന്നാണ്. ആലപ്പുഴയിൽ സ്കൂൾ കെട്ടിടം അമ്പെ പൊത്തി താഴെ വീഴുന്നു. ഇതൊക്കെ ഈ നാടിന്റെ ചിലയിടത്തൊക്കെ ഉണ്ട്, അപവാദങ്ങളുണ്ട് എന്ന് സമ്മതിക്കുന്നു. പക്ഷേ നമ്മളുടെ സ്കൂൾ സംവിധാനം, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനം അത്രയ്ക്കും മോശമാണോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ? അങ്ങേക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? സ്മൃതി, അപവാദങ്ങൾ ഉണ്ടല്ലോ. അപവാദങ്ങൾ ഇല്ലാത്ത നാടൊന്നും. നമ്പർ 1 എന്ന് പറയുമ്പോൾ നമ്പർ 1 എന്ന് പറയുന്നത് മാത്രമാണ് നമ്പർ 1, ബാക്കി ഒന്നും നമ്പർ 1 അല്ല എന്നാണല്ലോ ഇതിന്റെ അർത്ഥം. അപവാദങ്ങൾ ഉണ്ടല്ലോ, അപവാദങ്ങൾ ധാരാളം നമുക്ക് മുമ്പിലുണ്ടല്ലോ. സ്മൃതി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ നിന്ന് ഒരു ബിടെക് ഇലക്ട്രിക്കൽസ് പാസ്സായി ഇറങ്ങുന്ന ഒരു കുട്ടിയുടെ അടുത്ത് അയാളുടെ അടുത്ത് ഒരു വീടിന്റെ ഇലക്ട്രിക്കൽ സ്ട്രക്ചർ തയ്യാറാക്കാൻ പറഞ്ഞാൽ സാധിക്കുമോ? അത്രമാത്രം സ്കിൽഡ് ആ കുട്ടിക്കുണ്ടോ? ഇത് ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ അവന് കഴിവില്ലായിട്ടാണോ? ഇവിടുത്തെ പാഠ്യപദ്ധതിയുടെ പ്രശ്നമാണ്. ഇതിനു വേണ്ടിയിട്ടാണ് NEP നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരിയാക്കി തരുമോ? അങ്ങനെയാണോ? എവിടെയാണ് ഈ പരിശോധന നടക്കുന്നത്? NEP 2020 അല്ലേ സ്മൃതി? NEP 2020 അല്ലേ സ്മൃതി? 2020 ഇത് ഇംപ്ലിമെന്റ് ചെയ്തത്. 5 വർഷമല്ലായിട്ടുള്ളൂ. അങ്ങ് വെയിറ്റ് ആൻഡ് സീ. ഇതൊക്കെ അങ്ങ് കാത്തിരിക്കാൻ കേരളത്തിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. UP-യിലെ കാര്യത്തിൽ കൂടി അങ്ങേക്കുള്ള ഉറപ്പ്? UP-യിലും മാറ്റങ്ങൾ വരണം സ്മൃതി. UP-യിലും മാറ്റങ്ങൾ വരണം. UP മാറ്റങ്ങൾ വരണ്ടേ? UP-യിൽ മാറ്റങ്ങൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ നിലവാരത്തെ മാത്രം അളക്കുന്നതിൽ ഒരു ദുഷ്ടലാക്കുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ജിതിന്റെ ഒരു കാര്യം ഉറപ്പ് വരുത്താൻ പറ്റുമോ? കേന്ദ്ര പാഠ്യപദ്ധതിയിലേക്ക് നിങ്ങൾ എത്തിച്ചേരില്ല, അത് ഇവിടെ നടപ്പാക്കുന്നതിലേക്ക് നിങ്ങൾ വരില്ല എന്ന് ഉറപ്പാക്കാമോ? PM ശ്രീ ഒപ്പിട്ടാൽ അതിലേക്ക് കൂടി പോവില്ലേ?
എന്തിനങ്ങനെ ഉറപ്പാക്കുന്നത്? ഞങ്ങൾ അത് നടപ്പിലാക്കും. അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം ഞങ്ങൾ നടപ്പിലാക്കും. കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുഷ്ടലാക്കോടെ അല്ല, ഒരു മിനിറ്റ് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ദുഷ്ടലാക്കോടെ. ഞാൻ മലയാളിയല്ലേ, ഞാൻ കേരളത്തിലല്ലേ പഠിച്ചു വളർന്നത്. ഞാൻ കേരളത്തിലെ സാധാരണ സർക്കാർ സ്കൂളിൽ പഠിച്ച ഒരാളാണ്. അതിനകത്ത് എനിക്ക് അഭിമാനമേ ഉള്ളൂ സ്മൃതി. അല്ല, ഞാൻ എന്താ ഉഗാണ്ടെന്ന് വല്ല വന്ന വ്യക്തിയാണോ? ഒരിക്കലും അല്ല. ഞാൻ മലയാളിയാണ്, ഞാൻ കേരളത്തിൽ പഠിച്ച ആളാണ്. പക്ഷേ കാലാനുസൃതമായ മാറ്റം നമ്മുടെ മാറ്റത്തിൽ ഗാന്ധിക്ക് വെടിയേറ്റിട്ടില്ലെന്നും ഗാന്ധി വെടിയേറ്റിട്ടില്ല മരിച്ചതെന്നും ഇവിടെ മുഗൾ ഭരണം ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിലേക്കുള്ള വിദ്യാഭ്യാസത്തിലേക്കല്ലേ? അതല്ലേ ഈ കാലാനുസൃതമായ മാറ്റം? ചരിത്രം തുടച്ചു നീക്കി മാച്ച് പുതിയ ചരിത്രം എഴുതി, നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു ചരിത്രം കൂടി നിങ്ങൾക്ക് പുതുതായി ഉണ്ടാക്കി, അങ്ങനെയൊക്കെ ആയിരിക്കില്ലേ? നിങ്ങൾ എവിടേക്കാണ് ഈ പോകുന്നത്? ചോദിക്കുകയാണ്, സംശയമാണ്. അതാണ് ഒരു ആശങ്ക, സി പി ഐക്കുള്ള ആശങ്ക അതാണ് ജിതിന്റെ. അങ്ങനെയല്ലെങ്കിൽ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ മതി. സി പി ഐക്കുള്ള ആശങ്ക അതാണ്, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ മതി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുക അങ്ങേക്ക് ആശങ്കയില്ലാതെ ഞാൻ പറയാം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നത് കേരളത്തിന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കപ്പെടും. ഇനി നമുക്ക് PM ശ്രീയിലേക്ക് വരാം. PM ശ്രീ ഇംപ്ലിമെന്റ് ചെയ്യാൻപ്പെടാൻ നമ്മൾ കാലങ്ങളോളം കാത്തിരുന്നു. ഇപ്പൊ പറഞ്ഞതുപോലെ 1500 കോടി രൂപയുടെ കണക്ക് ശ്രീ ശിവൻകുട്ടി പറയുന്നുണ്ടല്ലോ. ഈ 1500 കോടി രൂപ ലാപ്സാക്കാൻ അല്ലെങ്കിൽ ഈ പറഞ്ഞത് കിട്ടാതിരിക്കാൻ കാരണക്കാർ ഞങ്ങളാണോ? PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി പഠിക്കാതെ, മനസ്സിലാക്കാതെ, അതിന്റെ ഗുണഫലങ്ങൾ വേണ്ടുന്ന വിധത്തിൽ വിനിയോഗിക്കാൻ ഗുണഫലത്തിൽ അങ്ങ് പറഞ്ഞ കാര്യം കൂടിയാണെങ്കിൽ അവർ ആശങ്കപ്പെടുന്ന കാര്യം അതാണെന്നേ. അതുകൂടി വരുമെന്ന് അങ്ങ് ഇപ്പോൾ പറയുകയാണ്. പിന്നെ എങ്ങനെയാണ് ഗുണഫലം എന്ന് മാത്രം പറയുക? അവർക്ക് CPM-ന് യാതൊരു ആശങ്കയുമില്ല. ഇപ്പോ പറഞ്ഞു കേൾക്കുന്നത് CPI-യുടെ ആശങ്കയാണ്. CPM-ന് ആശങ്കയുണ്ട്. CPM-ന് പക്ഷേ ആശങ്കയിൽ CPM പോലും വകവെക്കുന്നില്ല. അല്ല, CPI-യോട് എതിർത്ത് സംസാരിക്കേണ്ട എന്നുള്ളത് കൊണ്ടാണ് അവർ ഒരു പ്രതിനിധിയെ പോലും അയക്കാത്തത്. അവർക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഭരണപരമായ ഗതികേട് കൊണ്ടാണ്. ഇവിടെ പണം നൽകാതെ നിങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നു. അത് പല കാര്യങ്ങളായി കാണുകയാണല്ലോ. വയനാട്ടിലെ കാര്യത്തിൽ കോടതി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡോക്ടർ ഫസൽ ഗഫൂർ, അപ്പോൾ അതാണ് നയം നടപ്പാക്കും. അത് ഈ പറയുന്ന അടിസ്ഥാന സൗകര്യത്തിലേക്ക് കൂടിയല്ല. നേരത്തെ ഫസൽ ഗഫൂർ പറയുന്ന ഇടയ്ക്ക് കട്ടായി പോയത് തുടങ്ങി. ഒന്ന് അദ്ദേഹത്തിൽ പോയ ശേഷം അങ്ങിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.